ക്ലാസ്സിലേക്ക് 6ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ യൂണിറ്റിൽ ഉള്ള ലാസ്റ്റ് ചാപ്റ്ററാണ്. ദോ ഭായി എന്ന ലോകകഥ. ലോകകഥ മീൻസ് നാടോടിക്കഥ. കഥയുടെ പേര് ദോ ഭായ്. ദോ ഭായ് അറിയാലേ? ദോ പറഞ്ഞ എത്രയാ? ദോ അർത്ഥ ക്യാ ഹേ? ദോ 2 അല്ലേ? 2. ഭായ് ഭായ് ബ്രദർ അല്ലേ? അപ്പം 2 സഹോദരന്മാർ. 2 സഹോദരന്മാരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും കരുതലും ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയും. दो भाइयों के आपसी प्रेम, विश्वास और सतर्कता दो भाई नामक इस कहानी में हम देख सकते हैं. മനസ്സിലാവുന്ന എല്ലാവർക്കും 2 സഹോദരന്മാരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും കരുതലും ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കഥ വായിച്ചു നോക്കാം. ചിത്രം കണ്ട എല്ലാവരും അല്ലേ? ഒരു സഹോദരൻ ഒരു മരത്തിൻ്റെ ചോട്ടിലെ കളപ്പുരയിലാണത് കേട്ടാ. കളപ്പുരയിലിരിക്കുകയാണ്. എന്തോ ഒന്നിനല്ലേ, എന്തിനാണ് നമ്മൾ കാവലിരിക്കുകയാണല്ലേ? അപ്പം ശ്രദ്ധിക്കുക, കഥ ഒന്ന് നോക്കാം. കഥയുടെ പേരെന്താണ്? ദോ ഭായ്. ഇതൊരു ലോക കഥയാണ് കേട്ടാ, നാടോടി കഥയാണ്. ദോ ഭായ് थे, बड़े की शादी हो गई थी, उसके 2 बच्चे भी थे, छोटा कुंवारा था, दोनों भाई समझा खेती करते थे. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. इसके बाद दोनों ने आधा आधा गेहूं बांट लिया. अब गेहूं ढोकर घर ले जाना बचा था. रात हो गई थी, इसलिए काम अगले दिन ही होना था. रात की दोनों को फसल को रखवाली के लिए गलिहान पर ही रुकना था. दोनों को भूख भी लगी थी. उन्होंने बारी बारी से खाने का सोचा. 2 भाई थे. ഇതിൽ കുറേ താ തേ തീ കാണുന്നുണ്ടല്ലേ? था ते ती शब्द अरे क्या अर्थ प्रदान करते हैं? था ते ती शब्द എന്താ അർത്ഥമാക്കുന്നത്? ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നുള്ളതാ എന്നീ അർത്ഥങ്ങളിലാണ് താതേതി പ്രയോഗിക്കുന്നത്. ഒരു കാര്യം മുമ്പ് നടന്നിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. പാസ്റ്റ് ടെൻസ് ഭൂതകാലത്തെയാണ്. ഇത് കഴിഞ്ഞു പോയല്ലേ? ഒരു കഥ നമ്മൾ എഴുതുമ്പോൾ കഴിഞ്ഞു പോയതായിരുന്നു അല്ലേ? അവിടെ ഉണ്ടായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ എന്നല്ലേ? അപ്പം കഴിഞ്ഞു പോയ ഒരു കാര്യം അത് ഒരു കഥ രൂപത്തിലല്ലേ? കഥ എഴുതുമ്പോൾ അങ്ങനെയാണ് വരിക. അപ്പം അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ദോ ഭായ് തേ, 2 സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പം താ തേ തീ ആയിരുന്നു, ഉണ്ടായിരുന്നു. അർത്ഥ ക്യാ ഹേ? ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നീ അർത്ഥങ്ങളിലാണ് കേട്ടോ. താത്തേത്തി മുമ്പ് നടന്നിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? പാസ്റ്റ് ടെൻസ്, ഭൂതകാലം, കഴിഞ്ഞ് പോയ കാലം. നോക്കുക. ദോ ഭായ് തേ. ദോ ഭായ് തേ പറഞ്ഞാൽ ഒരിടത്തിലെ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ദോ ഭായ് തേ കഥയാണല്ലേ? ദോ ഭായ് തേ 2 സഹോദരന്മാർ ഉണ്ടായിരുന്നു. ബഡേ കി ഷാദി ഹോ ഗയി തി. ബഡേ കി ഷാദി ഹോ ഗയി തി. മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ഷാദി മീൻസ് വിവാഹം, മാരേജ്. അപ്പം മൂത്തയാളുടെ, വലിയ ആളുടെ അല്ലേ വിവാഹം കഴിഞ്ഞിരുന്നു. ഉസ്കി 2 ബച്ചേ ബി തെ. അവർക്കെന്താ? വിവാഹം കഴിഞ്ഞിരുന്നല്ലേ? അവർക്കെന്താ? 2 കുട്ടികളുണ്ട്. 2 ബച്ചേ ബി അല്ലേ? ബച്ചേ ബി തെ 2 കുട്ടികളുണ്ടായിരുന്നു. ചോട്ടാ കുവാരാത്ത്
ചോട്ട അല്ലേ, ചെറിയ സഹോദരനെ കുവാരാത്ത. കുവാര മീൻസ് അവിവാഹിതൻ. ചെറിയ സഹോദരൻ എന്താ, മൂത്ത സഹോദരൻ കല്യാണം കഴിച്ചിരുന്നു അല്ലേ, അവർക്കെന്താ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ചെറിയ സഹോദരൻ ദോനു എന്താ, ചെറിയ സഹോദരൻ കുവാരാത്ത അവിവാഹിതനായിരുന്നു. അവിവാഹിതൻ എന്ന് അറിയാലോ നിങ്ങൾക്ക്, വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ, അതാണ് പറഞ്ഞത് അവിവാഹിതൻ. അപ്പം വിവാഹം കഴിക്കാത്തവർക്ക് അവിവാഹിതൻ എന്നല്ലേ. ഇളയ സഹോദരൻ എന്താ, അവിവാഹിതനാണ്. ദോനോം ഭായി സമച്ച ഗേത്തി കർത്തേത്തെ. 2 പേരും രണ്ടുപേരും ഭായി സമച്ച ഗേത്തി കർത്തേത്തെ. 2 പേരും ഒരുപോലെ പങ്കുചേർന്ന് കൃഷി ചെയ്തിരുന്നു. 2 പേരും പങ്കുചേർന്ന് കൃഷി ചെയ്തിരുന്നു. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. एक बार നമുക്ക് അതിലേക്ക് एक बार അല്ലേ, എന്താണ് एक बार എന്ന് പറഞ്ഞാല് ഒരു തവണ അല്ലേ, ഒരിക്കൽ. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. ഒരു തവണ അവരുടെ പാടത്ത് അല്ലെങ്കിൽ വയലിൽ ഗേഹ്യു മീൻസ് ഗോതമ്പ് ഇങ്ങനെ വിളഞ്ഞ് പാകമായ സമയമായിരുന്നു അല്ലേ. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. ഒരു തവണ അവരുടെ വയലിൽ എന്താ, ഗോതമ്പ് നല്ല വിളഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. दोनों ने 2 പേരും പങ്കുചേർന്നല്ലേ കൃഷി ചെയ്യുന്ന. അവരുടെ 2 പേരും ഒന്നിച്ചല്ലേ കൃഷി ചെയ്യുന്നത്, പങ്കുചേർന്ന് കൃഷി ചെയ്യുന്നല്ലേ. അപ്പം ഇത് വിളവ് ആയപ്പം എന്താ, 2 പേരും ചേർന്ന് വിളവെടുത്തു. 2 പേരും ചേർന്ന് എന്ത് ചെയ്തു, വിളവെടുത്തു. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. 2 പേരും ചേർന്ന് വിളവെടുത്തല്ലേ. इसके बाद दोनों ने आधा गेहूं बांट लिया. ഇതിന് ശേഷം 2 പേരും ആധാ പകുതിയാക്കി അല്ലേ. 2 പേരും ചേർന്ന് എന്ത് ചെയ്തു, ഇതിനെ പകുതി വീതം വെച്ചു. अब गेहूं ढोकर घर ले जाना बचा था. രാത് ഹോ ഗയി തി. എന്താ പറഞ്ഞേ, അപ്പോൾ അല്ലേ ഗേഹ്യു 2 ഭാഗം വെച്ചു അല്ലേ. അപ്പം അതിനെ വീട്ടിലെത്തിക്കണമായിരുന്നു. അത് ചുമന്ന് ആ ഗോതമ്പ് ചുമന്ന് വീതം വെച്ച ഗോതമ്പ് ചുമന്ന് വീട്ടിലെത്തിക്കണമായിരുന്നു. എന്താ, സമയം രാത്രിയായി, സമയം കുറെ വൈകിയല്ലേ. അപ്പം എന്താ, ഇസ്ലിയെ കാം അഗലേ ദിൻ ഹി ഹോനാ താ. അപ്പം രാത്രി സമയം കുറെ വൈകി. അപ്പം എന്ത് ചെയ്തു, ഇസ്ലിയെ അതുകൊണ്ട് കാം അഖിലേദിൻ ജോലി അടുത്ത ദിവസത്തേക്ക് എന്ത് ചെയ്തു, മാറ്റി വെച്ചു അല്ലേ. സമയം കുറെ രാത്രി ആയതുകൊണ്ട് എന്ത് ചെയ്തു, ബാക്കിയുള്ളതൊക്കെ ചെയ്യാനുള്ള അല്ലേ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. रात की दोनों को फसल की रखवाली के लिए गलिहान पर ही रुकना था. രാത്രി 2 പേരും വിളവിന് കാവലായി കളപ്പുരയിലിരിക്കാൻ നിശ്ചയിച്ചു. 2 പേരും ഇരിക്കണല്ലേ, 2 പേരും കളപ്പുരയിൽ കാവലിനല്ലേ, വിളവെടുത്തതല്ലേ. അപ്പം ആ വിളവ് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകൂലേ. അപ്പം എന്ത് ചെയ്യണം, അതിന് കാവലിരിക്കാൻ നിശ്ചയിച്ചു. दोनों को भूख भी लगी थी. उन्होंने बारी बारी से गाने का सोचा. दोनों को भूख भी लगी थी. എന്താ ഭൂക്ക് എന്ന് പറഞ്ഞാൽ വിശപ്പ്. 2 പേർക്കും എന്താ, നല്ല വിശക്കുന്നുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. 2 പേർക്കും നല്ല വിശന്ന് തുടങ്ങി. അപ്പോഴേക്കും എന്താ, दोनों को भूख भी लगी थी. उन्होंने അവർ എന്ത് ചെയ്തു, ബാരി ബാരി സേ ഖാനെ കാ സോച്ച. ബാരി എന്ന് പറഞ്ഞാൽ മാറി. അത് ഒരാൾ പോയി വന്ന് അടുത്ത ആൾ പോയി ഭക്ഷണം കഴിച്ചത് ബാരി. അപ്പം 2 ഇങ്ങനെ ടൈമായിട്ടില്ലേ. അപ്പം മാറി ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വരാമെന്ന് തീരുമാനിച്ചു.
മീനിങ് വേർഡ് ശ്രദ്ധിക്കുക എല്ലാവരും. ഭായ്, ഭായ് പറഞ്ഞാൽ ബ്രദർ, സഹോദരൻ. ഭായ്, ബ്രദർ, സഹോദരൻ. ഷാദി, ഷാദി മീൻസ് മാരേജ്, വിവാഹം. ഷാദി, മാരേജ്, വിവാഹം. ഗേഹ്യു, ഗേഹ്യു ഗോതമ്പ്, വീറ്റ്. ഗേഹ്യു ഗോതമ്പ്, വീറ്റ്. ആധ, ഹാഫ്, പകുതി. ആധ, ഹാഫ്, പകുതി. ബാരി, ബാരി ടേം, ടേംസ് തവണ, മാറി മാറി ഇങ്ങനെ അല്ലേ, അപ്പം തവണകളായിട്ടതാണ് ടേംസ്. ഇന്നത്തെ ഭാഗം വരെ എല്ലാവരും നന്നായിട്ട് വായിക്കുക, ഇതിലുള്ള മീനിങ് വേർഡ്സ് പഠിക്കുക. ബാക്കി കഥ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, ധന്യവാദം.